കേരളത്തിലെ ജനങ്ങളെ എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ ഫണ്ടുകൾ നൽകാതെ വഞ്ചിക്കുന്നത് എന്നതിൻ്റെ തെളിവായി ഒരു പാർലമെന്റ് രേഖ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. CPM-ന്റെ രാജ്യസഭാംഗം ജോൺ ബ്രിട്ടാസ് MP വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട സമഗ്ര ശിക്ഷ പദ്ധതിയിൽ കേന്ദ്രം കേരളത്തിന് നൽകാനുള്ള ഫണ്ടുകളുടെ വിശദാംശങ്ങൾ ആരാഞ്ഞുകൊണ്ട് പാർലമെന്റിൽ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. ഈ ചോദ്യത്തിന് വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ജയന്ത് ചൗധരി എന്ന മന്ത്രി നൽകിയ മറുപടിയാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഈ മറുപടിയിൽ ഓരോ സംസ്ഥാനത്തിനും അനുവദിച്ചതും നൽകിയതുമായ തുകയുടെ വിശദാംശങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഒരു പട്ടിക തന്നെയുണ്ട്. ആ പട്ടികയിൽ കേരളത്തിന്റെ കോളം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ അലൊക്കേറ്റഡ് ഫണ്ട് അഥവാ അനുവദിച്ച തുക ഈ സാമ്പത്തിക വർഷം 2024-25 വർഷത്തിൽ 328.90 കോടി രൂപയാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതേസമയം റിലീസ്ഡ് കോളത്തിൽ, അതായത് സംസ്ഥാന സർക്കാരിന് കൈമാറിയ തുക എത്ര എന്ന കോളത്തിൽ 0 എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് 328 കോടി രൂപ അനുവദിച്ച അതേ കേന്ദ്ര സർക്കാർ ഈ കേരളത്തിന്, നമ്മുടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക്, രാജ്യത്ത് തന്നെ ഒന്നാമത് നിൽക്കുന്ന വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഈ സാമ്പത്തിക വർഷം ഒരു തുക പോലും കൈമാറിയിട്ടില്ല എന്ന് കേന്ദ്രം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അതായത് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയെ അടക്കം സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുകയാണ് എന്നത് വ്യക്തമാണ്. ഫണ്ടുകൾ 328 കോടി രൂപ അനുവദിച്ചിട്ടും അതിൽ 1 രൂപ പോലും എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന് കൈമാറാത്തതെന്ന് ഈ മറുപടിയിൽ വ്യക്തമാക്കുന്നില്ല. അതേസമയം സംസ്ഥാനത്തിന് അനുവദിക്കുന്ന തുകയിൽ പോലും ഈ സമഗ്ര ശിക്ഷാ പദ്ധതിയിൽ, വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട സമഗ്ര ശിക്ഷാ പദ്ധതിയിൽ വലിയ വ്യത്യാസം അല്ലെങ്കിൽ വലിയ ഒരു ഇരട്ടത്താപ്പ് കേന്ദ്രത്തിൻ്റെത് വ്യക്തമായി കാണാൻ സാധിക്കും. കേരളത്തിന് അനുവദിച്ചിരിക്കുന്ന തുക ഈ സാമ്പത്തിക വർഷം 328.90 കോടി രൂപയാണ്. അതേസമയം കർണാടകത്തിന്, നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ കർണാടകത്തിന് 922.75 കോടി രൂപയും, ഹരിയാനയ്ക്ക് 1076 കോടി രൂപയും, തെലങ്കാനയ്ക്ക് 1148 കോടി രൂപയും ഇതേ സമഗ്ര ശിക്ഷാ പദ്ധതിയിൽ കേന്ദ്രം അനുവദിക്കുന്നുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പോലും കേരളത്തിന്റെ 3 ഇരട്ടിയും 4 ഇരട്ടിയും തുക ലഭിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കർണാടകത്തിൽ ലഭിക്കുന്നതിന്റെ അല്ലെങ്കിൽ അനുവദിച്ച തുകയുടെ 1/3 തുക പോലും കേന്ദ്രം സമഗ്ര ശിക്ഷാ പദ്ധതിയിൽ കേരളത്തിന് അനുവദിച്ചിട്ടില്ല. എന്നാൽ ഈ കടുംവെട്ട് അല്ലെങ്കിൽ ഈ ഫണ്ടുകളിലെ കള്ളക്കളി അത് കേന്ദ്രം തുടരുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം. ആരോഗ്യ മേഖലയിലും സമാനമായ രീതിയിൽ കേന്ദ്രം കേരളത്തിന് ഫണ്ടുകൾ നൽകാനുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു പാർലമെന്റ് മറുപടി UDF-ന്റെ MP ആയ NK പ്രേമചന്ദ്രൻ ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടിയായി ലഭിച്ചിരുന്നു. കൃത്യമായി പറയുകയാണെങ്കിൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരി 7-ാം തീയതി ലഭിച്ച ഒരു പാർലമെന്റ് മറുപടിയിൽ NK പ്രേമചന്ദ്രൻ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം നാഷണൽ ഹെൽത്ത് മിഷൻ ഫണ്ടിൽ കേരളത്തിന് എത്രയൊക്കെ നൽകാനുണ്ട് എന്നതായിരുന്നു. അതിന് കേന്ദ്രം നൽകിയ ഈ മറുപടിയിൽ നിങ്ങൾ ആ പട്ടിക ഒന്ന് ശ്രദ്ധിക്കുക. അതിൽ 2023-24 സാമ്പത്തിക വർഷത്തിൽ 189.15 കോടി മാത്രമാണ് നൽകിയിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നു. എന്നാൽ 2024-25 ഈ സാമ്പത്തിക വർഷത്തിൽ 815.73 കോടി രൂപയും കേന്ദ്രം ഇതിനോടകം നൽകിക്കഴിഞ്ഞു എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. അതായത് 2023-24 സാമ്പത്തിക വർഷത്തിൽ ഈ സാമ്പത്തിക വർഷം ലഭിച്ചതിൻ്റെ 1/6 തുക മാത്രമാണ് ലഭിച്ചിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അതായത് കേരളത്തിന് 600 കോടിയിലേറെ രൂപ നൽകാൻ കേന്ദ്രം ബാക്കിയുണ്ട് 2023-24 സാമ്പത്തിക വർഷത്തിൽ നാഷണൽ ഹെൽത്ത് മിഷൻ സ്കീമിൽ മാത്രം. സമഗ്ര ശിക്ഷാ അഭിയാന്റെ ഈ വർഷത്തെ കണക്കുകൾ മാത്രമാണ് കേന്ദ്രം ജോൺ ബ്രിട്ടാസ് MPക്ക് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ കൂടി പരിശോധിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ തുകയുടെ കണക്ക് ഇനിയും ഉയരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ എപ്പോഴൊക്കെ സംസ്ഥാന സർക്കാർ കേന്ദ്രം കേരളത്തിന് ഫണ്ടുകൾ നൽകാനുണ്ട് എന്ന യാഥാർത്ഥ്യം ഓർമ്മിപ്പിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ BJP നേതാക്കൾ അതിന് എതിരെ രംഗത്ത് വരുന്നത് മനസ്സിലാക്കാം. പക്ഷേ കേരളത്തിലെ UDF നേതാക്കൾ പോലും അത്തരത്തിൽ ഒരു ഫണ്ട് നൽകാനില്ല എന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. നിയമസഭയിലടക്കം UDF-ന്റെ MLA-മാർ
കേരളത്തിന് ആ ഫണ്ടുകളൊന്നും ലഭിക്കാനില്ല എന്ന നിലയിൽ സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഒരു ഐക്യത്തെ ദുർബലപ്പെടുത്തുന്നുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം സംസ്ഥാനം ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രം ന്യായമായി നൽകേണ്ട ഫണ്ടാണ് ഇപ്പോൾ നാഷണൽ ഹെൽത്ത് മിഷൻ സ്കീമിലും സമഗ്ര ശിക്ഷ അഭിയാൻ എന്ന വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട വളരെ തന്ത്രപ്രധാനമായ സ്കീമിലും കേന്ദ്രം നൽകാതെ പിടിച്ചു വച്ചിരിക്കുന്നത്. എന്തായാലും കേന്ദ്രത്തിന്റെ കള്ളക്കളി ഒരിക്കൽ കൂടി ഈ പാർലമെന്റ് മറുപടിയിലൂടെ പുറത്തു വരികയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു.